ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സോറോ അവനാണെങ്കിൽ ആ മോണറ്റുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. റോബിനാണെങ്കിൽ ഓൾറെഡി പരിക്കേറ്റതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒപ്പറാണെങ്കിൽ നിലവിളിച്ച് പറയും ഒരു കാരണവശാലും അവർക്ക് ആ ക്യാൻഡീസ് കൊടുക്കരുത്. അതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ക്യാൻഡി ഒക്കെ എടുത്ത് ഉഷാറായിട്ട് പുറത്തേക്ക് ഓടി വരികയാണ്. അവൾക്കറിയാം അതെന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു കാരണവശാലും എന്റെ ഫ്രണ്ട്സ് ഇത് കഴിക്കാൻ പാടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ക്യാൻഡി കാണിക്കും. ആ ക്യാൻഡിക്കകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്യാൻഡികളുണ്ട്. അതാണ് അവരെല്ലാവരും ഭക്ഷിക്കുന്നത്. അവളുടെ തൊട്ടുപിറകിലായി ആ കുഞ്ഞുങ്ങളെല്ലാവരും ക്യാൻഡിക്ക് വേണ്ടി ബഹളം വെച്ച് അവളുടെ പിന്നാലെ ഓടും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ അവൾ കപ്പലിൽ വെച്ച് നിലവിളിച്ച് കരയാണ്. അതുകൊണ്ട് അടുത്തുള്ള ഒരു പെൺകുട്ടി അവളെ ആശ്വസിപ്പിക്കും. നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ നമുക്കിപ്പോ ട്രീറ്റ്മെന്റ് തരാനാണ് ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വലിയ അസുഖമുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് പകരാൻ പാടില്ല. ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാരന്റ്സിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിപ്പെണ്ണെ ആശ്വസിപ്പിക്കും. അതിനുശേഷം അവർ ആ ബിസ്ക്കറ്റ് റൂമിലേക്ക് കടന്നു വരും. ബിസ്ക്കറ്റ് റൂമിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ നോക്കി സീസർ വളരെ സ്നേഹത്തില് തേനും പാലും ഒക്കെ ഒഴുക്കി അവരോട് സംസാരിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ ഇംഗിതത്തിന് കൊണ്ടുവരും. ടീച്ചർ ആണെങ്കിൽ അവരൊക്കെ ഹഗ് ചെയ്ത് വമ്പനൊരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി നിങ്ങളുടെ അതേ അസുഖമായിരുന്നു എൻ്റെ മകനും. അവൻ ആ അസുഖത്തിൽപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ട് എനിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എനിക്ക് അവന് വേണ്ടി ഒന്നും അന്ന് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് എൻ്റെ മകന്റെ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സോ എന്ത് വില കൊടുത്തും എത്രയൊക്കെ പണം ചെലവാക്കിയും ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടേക്ക് വന്നതിൽ ഉഷാറായിട്ട് നിങ്ങളെ ഞാൻ തിരികെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് സീസർ ആണെങ്കിൽ ഇപ്പൊ അവരുടെ മുമ്പിൽ പൊട്ടിക്കരയും. സീസറുടെ ഈ വമ്പൻ ആക്ടിംഗ് ഒക്കെ കണ്ട് ഇപ്പൊ ആ കുഞ്ഞുങ്ങള് അവരാണെങ്കിൽ അവനിൽ പതിയെ പതിയെ വിശ്വസിക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ സീസറിനെ ആശ്വസിപ്പിക്കും. അതിനുശേഷം പതിയെ പതിയെ സീസർ വീണ്ടും വീണ്ടും കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടേക്ക് എത്തി അവർ പരസ്പരം സംസാരിച്ച് ഫ്രണ്ട്സായി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. പുതിയ വരുന്ന കുട്ടികളെ പഴയ കുട്ടികളെ ആശ്വസിപ്പിച്ചും സ്നേഹിച്ചും അവരുടെ കൂടെ നിർത്തി. മോണിസ്റ്റ് ആണെങ്കിൽ അവരുടെ എല്ലാം കൂടെ നിന്ന് അവർക്കെല്ലാം ഒരുപാട് സ്നേഹമൊക്കെ അഭിനയിച്ചു കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചു. അവൾ ഒരിക്കലും മോണറ്റ് അവരെ ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ അവള് എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവളുടെ പ്രിയ സുഹൃത്തുക്കള് അവരാണ് ഇപ്പൊ ആ ഡ്രഗിൽ അഡിക്റ്റഡ് ആയിട്ട് അവളുടെ കയ്യിലുള്ള ആ ക്യാൻഡീസ് തിന്നാൻ അവളുടെ പിന്നാലെ ഓടി വരുന്നത്. അവരോരോ എക്സ്പെരിമെന്റ് കഴിയുമ്പോഴും ആ കുട്ടികൾക്ക് ഒരുപാട് ക്യാൻഡീസ് കൊടുത്തുകൊണ്ടേയിരുന്നു. കട്ട് ചെയ്ത ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവൾ പുറകിലേക്ക് നോക്കി വിളിച്ചു പറയും, പ്ലീസ് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ഈ ക്യാൻഡി വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിൽ അതനുസരിക്കാൻ തയ്യാറാവാതെ ആ ക്യാൻഡിക്ക് വേണ്ടി അവളെ ഇട്ട് ഓടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ മോണറ്റുമായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യും. അവൻ മോണറ്റിനെ തിരികെ അറ്റാക്ക് ചെയ്യില്ല. അവളുടെ ഫൈറ്റ് എല്ലാം തന്നെ തടയുക മാത്രം ചെയ്യും. കാരണം അവളുടെ ടൈം അത് കുറെ വേസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ അവൻ ഉദ്ദേശമുള്ളൂ. ബാക്കി നമ്മുടെ ആൾക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിച്ചു വെക്കാനായിട്ട് അവരുടെ പിന്നാലെ ഓടും. അത് കണ്ട മോണറ്റ് ഞൊടിയിടയിൽ സോറോയെ തട്ടി മാറ്റി നാമിയുടെ നേർക്ക് വരും. നാമിയുടെ ക്ലോസ് എത്തി അവള് നാമിയെ വെട്ടാനായിട്ട് അങ്ങനെ സ്ക്വാഡ് ഉയർത്തുമ്പോ സോറോ അവൻ എടുത്തു ചാടി അവളെ തടയും. നാമിയുടെ കൺട്രോൾ നശിക്കും. സോറോ നീ അവിടേക്ക് മാറി നിൽക്ക്, ഇനി ഇവളുടെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ നാമി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കും. നാമി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവളുടെ ചിറകില് വലിയൊരു ദ്വാരം ഉണ്ടാക്കി അവിടുന്ന് ഓടും. അതിന് മോണറ്റിന് അവളാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ നാമിയുടെ പിന്നാലെ വന്ന് അവളെ ഐസ് വെച്ച് ഫ്രീസ് ചെയ്യും. പിന്നീട് ഫുൾ കലിപ്പില് അവളെ കട്ടിച്ചു പറിക്കാൻ എടുത്ത് ചാടി വരികയാണ്. അടുത്ത നിമിഷം ആ മോണറ്റിന്റെ മുഖത്ത് അറഞ്ച പുറഞ്ച അടി വീഴും. മറ്റാരുമല്ല, സാക്ഷാൽ റോബിനാണ് അവളുടെ കൈ വെച്ച് ആഞ്ഞടിക്കുക. സോറോ മോണറ്റ് ക്രിയേറ്റ് ചെയ്ത ആ വാള് അത് കംപ്ലീറ്റ് വെട്ടിയെറിഞ്ഞ് മുൻപോട്ടേക്ക് പോകാനുള്ള വഴിയൊരുക്കും. സോറോ അവരെ 3 പേരെയും ആ പാസേജിലൂടെ കടത്തിവിടും. അതിനുശേഷം വീണ്ടും മോണറ്റിനെ തടഞ്ഞു നിർത്തുകയാണ്. അവള് പല്ല് കടിച്ച് ഇപ്പൊ സോറോയോട് പറയും, നിങ്ങളൊരു പൈറട്ടായതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് വെറുപ്പ്. എന്റെ ലക്ഷ്യം അതെനിക്ക് നടപ്പാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് അവളുടെ ചിറകുകൾ സ്റ്റീലാക്കി മാറ്റി വീണ്ടും സോറയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ആ മൊമന്റോസ്കിയുടെ മുതുകിൽ കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് ദൂരം മുകളിലേക്ക് വരുമ്പോ ദൂരത്തായിട്ട് ഓപ്പണിംഗ് കാണും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കമോൺ കമോൺ മുൻപോട്ടേക്ക് പോ, നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ലൂഫി അത് പറയേണ്ട താമസം. അടുത്ത നിമിഷം അവന്റെ സ്പീഡ് കുറയാണ്. അവനെ കൊണ്ട് ഇപ്പൊ മുൻപോട്ടേക്ക് പോകാനാവില്ല. എന്തുപറ്റി, എന്താ ഉണ്ടായേ, നിന്റെ സ്പീഡ് എന്താ കുറഞ്ഞു പോയെന്നൊക്കെ ലൂഫി അതിനോട് ചോദിക്കും. അടുത്ത നിമിഷം അവന്റെ കൺട്രോൾ മുഴുവനായിട്ടും പോയി. മൊമന്റോസ്കിയും ലൂഫിയും ഇപ്പൊ താഴേക്ക് അടിച്ചു വീഴാണ്. മറ്റൊരു ഭാഗത്ത് സീസർ ആണെങ്കിൽ ടോറോടെയും മോണറ്റിനെയും ഫൈറ്റ് കണ്ട്
ടെൻഷനാവും. മോണറ്റ് എന്താ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കണേ? കുട്ടികൾ രക്ഷപ്പെട്ടു പോണത് അവൾ കണ്ടില്ലേ? അവരെത്രയും വേഗം തടഞ്ഞേ പറ്റൂ. ഓക്കെ, കുഴപ്പമില്ല. ആ കുട്ടികളെ നഷ്ടപ്പെട്ടാലും ഇനിയും കുട്ടികളെ ഞാൻ തട്ടിക്കൊണ്ടുവരും. മാത്രമല്ല എന്റെ ലക്ഷ്യം അതേ എക്സ്പെരിമെന്റ് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതും ആ ലൂഫിയാൻ ടീമിനെ അവരെ കൊല്ലുക എന്നതുമാണ്. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബിൽഡിങ് അവരുടെ ഫൈറ്റിൽ ഓൾമോസ്റ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സോ പോയിസൺ ഗ്യാസ് അകത്തേക്ക് വന്ന് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവരെല്ലാവരും എന്റെ ടൂളായി മാറി അതിൽപ്പെട്ട് മരിച്ചു വീഴും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉസോപ്പ് ടീമും അവരാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. കാരണം സാമുറായിക്ക് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഇതുവരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല ബ്രൂക്കിനും ഉസോപ്പിനും റോബിനും ലൂഫിയും പറഞ്ഞതുപോലെ ഒരു ഹാൻഡ് കഫും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവരുടെ തൊട്ട് പിന്നാലെ ആ പോയിസൺ ഗ്യാസ് അത് നല്ല ഫോഴ്സിൽ അവരുടെ പിന്നാലെ വരികയാണ്. അവരുടെ 3 പേരുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. ബ്രൂക്കും സാമുറായും ഇപ്പോൾ ഒരു വശത്തൂടെ കഫ് അന്വേഷിച്ചു പോവും. മറ്റൊരു ഭാഗത്തൂടെ ഉസോപ്പും ഹാൻഡ് കഫ് അന്വേഷിച്ച് ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സോറോ ആണെങ്കിൽ മോണറ്റിന്റെ ഓരോ അറ്റാക്കും തടുത്തുകൊണ്ടേയിരിക്കും. മോണറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, നീ എന്തിനാ എന്റെ അറ്റാക്ക് അത് ഡിഫെൻഡ് മാത്രം ചെയ്യണേ? അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. അടുത്ത നിമിഷം ആ നേവി സോൾജേഴ്സ് അവിടേക്ക് ഓടി വരികയാണ്. മോണറ്റ് ആണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആവും. ഇവിടെ സോറോ ആണെങ്കിൽ ഷോക്കായിട്ട് മുൻപിലേക്ക് നോക്കും. കാരണം അവരുടെ മുൻപിൽ നിന്ന് അവരെ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ സാഞ്ചി. കമോൺ പിടിക്കവളെ, അടിക്കവളെ, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്ക് എന്നൊക്കെ അവൻ നിലവിളിക്കും. സാഞ്ചിക്കാണെങ്കിൽ സോറോയെ കണ്ട് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നും. അവൻ സോറോയെ നോക്കി കോക്കറി കാണിക്കും. അത് കണ്ട ആ നേവി സോൾജേഴ്സും സോറോയെ നോക്കി കോക്കറി കാണിച്ച് സാഞ്ചിയുടെ പിന്നാലെ ഓടുകയാണ്. സാഞ്ചിയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ കുട്ടികളെ കണ്ടെത്തുക എന്നതാണ്. സോറോ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ആൾക്കാർ പോയ റൂട്ട് അവന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് സാഞ്ചി ഒരു തംസപ്പ് ഒക്കെ കാണിച്ച് നൈസായിട്ട് ആ മോണറ്റ് പെണ്ണിനെ നോക്കും. അവളുടെ ക്യൂട്ട്നെസ്സിൽ മയങ്ങിപ്പോയ സാഞ്ചി ആണെങ്കിൽ ബൂക്കിലൂടെ ബ്ലഡ് വന്ന് തെറിച്ചുപോയി അട്ടിച്ചു വീഴാണ്. സാഞ്ചി മാത്രമല്ല അവന്റെ പിന്നാലെ ഉണ്ടായിരുന്ന സോൾജേഴ്സും ഇപ്പൊ തെറിച്ചു വീഴും. സോറോ ടെൻഷനായിട്ട്, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, പെട്ടെന്ന് പോയി ആ കുഞ്ഞുങ്ങളെ അവരെ കണ്ടെത്തി പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ അപ്പോഴും നമ്മുടെ സാഞ്ചി പറഞ്ഞ പോലെ മോണറ്റിനെ നോക്കി പുകഴ്ത്തി പറഞ്ഞും വെള്ളം ഇറക്കിയൊക്കെ അവിടെ തന്നെ നിൽക്കും. മോണറ്റാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ തണുപ്പ് കൂട്ടിക്കൊണ്ടുവരും. അവർക്കാണെങ്കിൽ തണുത്ത് വരച്ച് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. മോണറ്റ് തീർത്തു പറയും, ഒരു കാരണവശാലും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവൾ സെക്കൻഡുകൾ കൊണ്ട് ജയന്റായി മാറി അവളുടെ ഷാർപ്പ് പല്ലുകൾ ഉപയോഗിച്ച് ഓരോരുത്തരായിട്ട് കാട്ടിച്ചു പറിക്കും. സോൾജേഴ്സ് ആണെങ്കിൽ കയ്യിലുള്ള ഗണ്ണൊക്കെ വെച്ച് അവൾ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. അടുത്ത നിമിഷം ടഷിക്ക് അവൾ ചാടി വീണ് അവളുടെ കയ്യിൽ ആഞ്ഞു വെട്ടും. അതിനുശേഷം അവൾ സോറോയോട് പറയും, ആ പോയിസൺ ഗ്യാസ് അത് വീണ്ടും ലീക്കായി ഇവിടേക്ക് വരികയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങൾ സീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും അത് തകരാം. സോ G5 സോൾജേഴ്സും നിന്റെ ഫ്രണ്ട്സും ആ കുഞ്ഞുങ്ങളെ അന്വേഷിക്കട്ടെ. ഞാനും നീയും സ്കോട്ട്സ്മാൻ ആണ്, നമുക്ക് 2 പേർക്കും ചേർന്ന് ഇവളെ നേരിടാം എന്ന് ടഷിക്ക് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.